ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇതുവരെ 3 വിവാഹങ്ങളാണ് കഴിച്ചത്. രുക്മിണി ദേവി, സത്യഭാമ, ജാമ്പവതി. ഇങ്ങനെ 3 വിവാഹങ്ങൾ. കുറച്ച് വിവാഹങ്ങൾ കൂടി, അതായത് മറ്റു ചില യുവതികളെ കൂടി ഭഗവാൻ വിവാഹം കഴിച്ചിരുന്നു. ഭഗവാന്റെ മറ്റു വിവാഹങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ പാഞ്ചാലിയുടെ സ്വയംവരം കഴിഞ്ഞു. അതിനുശേഷം ഭീഷ്മരുടെ മധ്യസ്ഥതയിൽ കുരുരാജ്യം, കുരുവംശം 2 പകുത്തു. പകുതി രാജ്യത്തിന് അവകാശം പാണ്ഡവർക്ക് വിട്ടുകൊടുത്തു. ഇന്ദ്രപ്രസ്ഥം രാജധാനിയാക്കി ധർമ്മപുത്രർ രാജാവായി അവിടെ വാഴുവാൻ തുടങ്ങി. ആ കാലത്ത് 1 വർഷം അർജുനൻ തീർത്ഥാടനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി സന്യാസവേഷത്തിൽ ദേശസഞ്ചാരം ചെയ്യുന്നതിനിടയിൽ ദ്വാരകയിൽ വന്ന് താമസമാക്കുകയും ആ സമയം അവിടെ ഭഗവാന്റെയും ബലരാമൻ്റെയും സഹോദരിയായ സുഭദ്രയെ കണ്ടുമുട്ടുകയും സുഭദ്രയോട് ഇഷ്ടം തോന്നുകയും അങ്ങനെ ഭഗവാന്റെ അറിവോടും സമ്മതത്തോടും കൂടി അർജുനൻ രഹസ്യമായി സുഭദ്രയെ വിവാഹം ചെയ്യുന്നു. അത് അപഹരിച്ചു കൊണ്ടുപോയാണ് വിവാഹം കഴിക്കുന്നത്. അതായത് അർജുനൻ സുഭദ്രയെ തട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ പോകാനുണ്ടായ സാഹചര്യം എന്താണ്? ബലരാമൻ തൻ്റെ ശിഷ്യനായ ദുര്യോധനനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനിരിക്കുകയായിരുന്നു. ആരെ? സുഭദ്രയെ. കൃഷ്ണന് അതിനൊട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ രാമനോട് പറഞ്ഞാൽ രാമൻ എന്തു ചെയ്യത്തില്ല? സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് ഭഗവാൻ രഹസ്യമായി അർജുനനോട് സുഭദ്രയെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞത്. അങ്ങനെ അർജുനൻ സുഭദ്രയെ കൊണ്ടുപോയപ്പോൾ അതറിയുകയും ആര്? ബലരാമൻ ഭയങ്കരമായ രീതിയിലുള്ള ദേഷ്യപ്രകടനങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ കൃഷ്ണൻ തൻ്റെ നയപരമായ വാക്കുകളാൽ ജ്യേഷ്ഠനെ സമാധാനപ്പെടുത്തി ജ്യേഷ്ഠൻ്റെ കോപം ശമിപ്പിച്ചു. അതിനുശേഷം വരദക്ഷിണയായി വിലയേറിയ പല സാധനങ്ങളും എടുപ്പിച്ചുകൊണ്ട് രാമൻ അനുജനും ഒരുമിച്ച് ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി സുഭദ്രയെ കണ്ട് സന്തോഷിപ്പിച്ചു. ധർമ്മപുത്രാദികൾ രാമനെ ഏറ്റവും പൂജ്യമായ രീതിയിൽ സ്വീകരിച്ചു. പാണ്ഡവരുമായി വലിയ ലോഹ്യത്തിൽ ഏതാനും ദിവസം അവിടെ കഴിച്ചു കൂട്ടിയതിനു ശേഷമാണ് ബലരാമൻ തിരിച്ച് ദ്വാരകയിലേക്ക് പോയത്. കൃഷ്ണൻ കുറച്ചു കാലം കൂടി അർജുനന്റെ ആഗ്രഹപ്രകാരം ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിച്ചു. ആ കാലത്ത് ഖാണ്ഡവ ദഹനം നടന്ന വേളയിൽ ആ വനത്തിൽ ഒളിച്ചിരുന്ന മയൻ എന്ന അസുരശില്പിയെ അർജുനൻ രക്ഷിച്ചതിൻ്റെ ഉപകാരസ്മരണാർത്ഥം സ്ഥലജലഭ്രമം, അതായത് ഒരു സ്ഥലം കണ്ടാൽ അവിടെ ജലമാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ജലമില്ലാത്തടത്ത് ജലമുണ്ടെന്നും ജലമുള്ളിടത്ത് ജലമില്ല എന്ന് തോന്നുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു നിർമ്മിതിയോടു കൂടിയ ഒരു അത്ഭുത സഭാതലം പാണ്ഡവർക്ക് മയൻ നിർമ്മിച്ചു കൊടുത്തു. ആ സഭാതലത്തിൽ ധർമ്മപുത്രരും അനുജന്മാരും ഇരുന്ന് രാജ്യം ഭരിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അർജുനനും കൃഷ്ണനും കൂടി കാട്ടിൽ വേട്ടയാടാൻ പോയി. ആ സമയത്ത് ദാഹപരവശനായി തീർന്ന വിജയൻ കാളിന്തി നദിയിലിറങ്ങി വെള്ളം കോരി കുടിച്ചു. കരയ്ക്കു കയറിയപ്പോൾ ദിവ്യ തേജസ്സോടു കൂടിയ ഒരു സുന്ദരി അവിടെ നിൽക്കുന്നത് കാണുകയാണ്. ഭവതി, അവിടുന്ന് ആരാണ്? എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് അർജുനൻ ചോദിക്കുന്നു. അപ്പോൾ ആ സുന്ദരി ഇങ്ങനെ പറഞ്ഞു, ഞാൻ
സൂര്യപുത്രിയായ കാളിന്തിയാണ്. ദേവകി നന്ദനനായ ശ്രീകൃഷ്ണ ഭഗവാൻ എൻ്റെ കാന്തനായി വരണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി അദ്ദേഹത്തെ ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ വ്രതമെടുത്ത് താമസിക്കുകയാണ്. അദ്ദേഹം എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് വ്രതമെടുത്ത് തപസ്സനുഷ്ഠിച്ച് മുമ്പോട്ട് പോകും. അതിനുശേഷം അടുത്ത ജന്മത്തിലെങ്കിലും അദ്ദേഹത്തെ എൻ്റെ ഭർത്താവായി ലഭിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കും. ഇങ്ങനെ ആ സുന്ദരി കാളിന്തി അർജുനനോട് പറഞ്ഞു. ഉടനെ അർജുനൻ കാളിന്തിയോട് ചോദിക്കുകയാണ്, ദേവി, അദ്ദേഹത്തെ അവിടുത്തേക്ക് അറിയാമോ? ഉടനെ കാളിന്തി പറയുകയാണ്, അമ്പാടിയും വൃന്ദാവനവും എൻ്റെ തീരത്തുള്ള പുണ്യസ്ഥലങ്ങളാണ്. അവിടെയാണല്ലോ ബാല്യകാലത്തു ഭഗവാൻ അത്ഭുത ലീലകളാടിയത്. ഈ നദിയും ഞാനും ഒന്നു തന്നെയാണ്. ഇതിൻ്റെ അധിദേവതയാണ് ഞാൻ. എൻ്റെ നാമത്തിൽ കൂടിയാണ് യമുനയുടെ ഈ ഭാഗത്തിന് കാളിന്തി എന്ന പേരുണ്ടായത്. കാളിന്തി ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അർജുനൻ കൃഷ്ണൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് അവിടെ നടന്ന സകല വിവരങ്ങളും കൃഷ്ണനോട് പറഞ്ഞു. പെട്ടെന്നു തന്നെ കൃഷ്ണൻ ആ സുന്ദരിയുടെ അടുത്തേക്ക് വരികയും അദ്ദേഹം ആ സുന്ദരിയുടെ കരം ഗ്രഹിക്കുകയും ചെയ്തു. അതിനുശേഷം കൃഷ്ണനും അർജുനനും കാളിന്തിയും ഒരുമിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി. കാളിന്തിയും ഒരുമിച്ച് കായാമ്പൂവർണ്ണൻ 4 മാസം അവിടെ താമസിച്ചു. അതിനുശേഷം ദ്വാരകയിൽ എത്തിയപ്പോൾ നഗരവാസികൾ അത്യാഡംബരപൂർവം അവരെ എതിരേറ്റു സ്വീകരിച്ചു. ഒരു ശുഭമുഹൂർത്തത്തിൽ അവരുടെ വിവാഹം മംഗളകരമായി നടന്നു. അങ്ങനെ ഭഗവാൻ കാളിന്തിയെ വിവാഹം കഴിച്ചു. അതിനുശേഷം ഭഗവാൻ മറ്റൊരു വിവാഹം കഴിച്ചു. അതെന്താണ് നമുക്ക് നോക്കാം. വസുദേവരുടെ അനുജത്തിയും എന്നാൽ കുന്തിയുടെ ജ്യേഷ്ഠത്തിയുമായ രാജാധിദേവിയുടെ മകളാണ് മിത്രവിന്ദ. മിത്രവിന്ദ ചെറുപ്പം മുതലേ കൃഷ്ണനെപ്പറ്റി കേട്ടുകൊണ്ടാണ് വളർന്നത്. അത് ആ വാക്കുകൾ, കൃഷ്ണനെ പറ്റിയിട്ടുള്ള വർണ്ണനകൾ, വിശേഷണങ്ങളെല്ലാം തന്നെ മിത്രവിന്ദയുടെ മനസ്സിൽ ഭഗവാനെ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹം ജനിപ്പിച്ചു. ധാരാളം രാജാക്കന്മാർ അതിസുന്ദരിയായ മിത്രവിന്ദയെ വിവാഹം കഴിക്കാനായി അന്വേഷിച്ചു വന്നു. പക്ഷേ മിത്രവിന്ദ ഒന്നിനും സമ്മതിച്ചില്ല. കൃഷ്ണനെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചു. എന്നിട്ട് ഈ വിവരം തൻ്റെ അമ്മയോട് പറഞ്ഞു. മകളുടെ ഇപ്രകാരമുള്ള ആഗ്രഹം മനസ്സിലാക്കിയ മാതാവ് രാജാധിദേവി ദ്വാരകയിൽ ചെന്ന് ദേവകി വസുദേവന്മാരെ ഇക്കാര്യം അറിയിച്ചു. അതനുസരിച്ച് ദേവകി കൃഷ്ണനോട് പറഞ്ഞു, മകനെ, അച്ഛൻ്റെ അനുജത്തി ഒരു കാര്യം ഇവിടെ വന്ന് അറിയിച്ചു. പാവം വളരെ സങ്കടപ്പെട്ട് കഴിയുകയാണ്. മകൾ മിത്രവിന്ദ പ്രായം തികഞ്ഞിരിക്കുന്ന അതിസുന്ദരിയായ ഒരു കുട്ടിയാണ്. പല രാജാക്കന്മാരും മോഹിച്ച് അവളെ വേളി കഴിക്കാൻ വന്നിട്ട് അവൾക്ക് ആരെയും തൃപ്തിയില്ല. നിന്നെയല്ലാതെ മറ്റാരെയും ഭർത്താവായി സ്വീകരിക്കുകയില്ല എന്ന് അവൾ ശപഥം ചെയ്ത് ജീവിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഒരു കള്ളപ്പുഞ്ചിരിയോടുകൂടി കൃഷ്ണൻ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ, ഞാൻ എന്തു ചെയ്യണം? ഉടനെ ദേവകി പറയുകയാണ്, എല്ലാം അറിയുന്ന എൻ്റെ മകനോട് എന്തു വേണമെന്ന് ഞാൻ എങ്ങനെ പറയും? മാതാവിൻ്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട് മന്ദഹസിച്ചുകൊണ്ട് മാധവൻ അവിടെ നിന്നും പോയി. സഹോദരിയുടെ ആഗ്രഹവും അമ്മയുടെ ഉദ്ദേശവും മിത്രവിന്ദയുടെ
ജ്യേഷ്ഠന്മാരായ വിന്ദാനുവിന്ദന്മാർ അറിഞ്ഞു. കൃഷ്ണനെ കൊണ്ട് അനുജത്തിയെ വിവാഹം കഴിപ്പിക്കുവാൻ അവർക്ക് രണ്ടുപേർക്കും തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഹസ്തിനപുരം യുവരാജാവും പ്രശസ്തനുമായ ദുര്യോധനനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാനാണ് അവർ ആഗ്രഹിച്ചത്. അതനുസരിച്ച് മിത്രവിന്ദയുടെ വേളി നിശ്ചയിച്ച് അതിനുവേണ്ട ഒരുക്കങ്ങളും അവർ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. സ്വയംവരം എന്ന വ്യാജേന ബലമായി അവളെ ദുര്യോധനനെ കൊണ്ട് പാണിഗ്രഹണം ചെയ്യിപ്പിക്കണം എന്നാണ് അവർ നിശ്ചയിച്ചത്. ക്ഷണിക്കപ്പെട്ട രാജാക്കന്മാരും പ്രഭുജനങ്ങളും പൗരാവലികളും പന്തലിൽ വന്ന് നിറഞ്ഞു. സർവാലങ്കാര വിഭൂഷിതനായി ദുര്യോധനനും വിവാഹ മണ്ഡപത്തിൽ വന്ന് ഇരിപ്പായി. വധുവിനെ അലങ്കരിച്ച് പന്തലിലേക്ക് കൊണ്ടുവരുന്ന സമയമാണ് ചെന്താമരക്കണ്ണൻ പെട്ടെന്ന് പന്തലിൽ പ്രവേശിച്ച് മിത്രവിന്ദയെ ബലമായി പിടിച്ച് തൻ്റെ രഥത്തിൽ ഇരുത്തി. അതുകണ്ട് രാജാക്കന്മാർ പലരും യുദ്ധത്തിനൊരുങ്ങി എങ്കിലും രാജീവലോചനൻ അവരെ നിശേഷം തോൽപ്പിച്ചോടിച്ചു. വിന്ദനും അനുവിന്ദനും അരവിന്ദനയനൻ്റെ പാദങ്ങളിൽ വീണ് ക്ഷമായാചനം ചെയ്തു. രുക്മിണിയെ എന്നതുപോലെ മിത്രവിന്ദയെയും ദ്വാരകയിൽ കൊണ്ടുവന്ന് അത്യാഡംബരപൂർവം കൃഷ്ണൻ പരിണയം ചെയ്തു. ഹരേ കൃഷ്ണ. അങ്ങനെ മിത്രവിന്ദയെ വിവാഹം കഴിച്ചതിനു ശേഷം ഭഗവാൻ വീണ്ടും മറ്റൊരു വിവാഹം കഴിച്ചു. ആ കഥ നമുക്ക് നോക്കാം. കോസല രാജാവായ നഗ്നജിത്തിന്റെ നന്ദിനിയാണ് സത്യ. ഏറ്റവും ബലവീര്യമുള്ള രാജാവിനെ പരീക്ഷിച്ചറിഞ്ഞ അദ്ദേഹത്തെ കൊണ്ട് മകളെ വിവാഹം ചെയ്യിപ്പിക്കണം എന്നായിരുന്നു കോസല രാജാവിൻ്റെ നിശ്ചയം. ആ വിവരം എല്ലാ രാജാക്കന്മാരെയും കോസല രാജാവ് അറിയിച്ചു. മതിച്ചു നിൽക്കുന്ന 7 കൂറ്റൻ കാളകളെ ഒരേ സമയത്ത് ഒന്നിച്ചു കെട്ടുന്ന വീരനാരോ അവനായിരിക്കും എൻ്റെ മകളെ നൽകുന്നത് എന്നായിരുന്നു കോസല രാജാവായ നഗ്നജിത്തിന്റെ വിളംബരം. സത്യയുടെ ഭർതൃസ്ഥാനം മോഹിച്ച് വീരന്മാരായ പല രാജാക്കന്മാരും വന്ന് പന്തയം കണ്ടു പരിഭ്രമിച്ച് മടങ്ങിപ്പോയി. മത്തവാരണങ്ങളെ പോലെ മതിച്ചലറി കൊമ്പുകളും കുലുക്കിക്കൊണ്ട് അടുത്തു വരുന്ന ആ കൂറ്റൻ കാളകളെ കണ്ടാൽ ആരും ഭയപ്പെട്ടോടും. മദയാനകളെ പോലെയാണ് ഈ കാളകൾ വരുന്നത്. ആ കാളകളുമായി നേരിട്ട രാജാക്കന്മാരാരും നേരെ ചൊവ്വേ തിരിച്ചു പോയിട്ടില്ല. അവർക്കൊന്നുകിൽ അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ടാകും. ചിലരുടെ കാലുകൾ ഒടിഞ്ഞു, ചിലരുടെ കൈകൾ, ചിലരുടെ വയറുകൾ പിളർന്നു, ചിലരുടെ നാവുകൾ ഒടിഞ്ഞു. അങ്ങനെ ആർക്കും ഈ കാളകളെ ബന്ധിക്കുവാൻ കഴിഞ്ഞില്ല. ഈ കണക്കിന് രാജകുമാരി കെട്ടാക്കോതയായി മൂത്തു നരച്ച് ഇരുന്നു പോവുകയേ ഉള്ളൂ. ഇങ്ങനെയൊരു ആളെ കൊല്ലി പന്തയം കേട്ടുകേൾവി പോലുമില്ല. കാളവാഹനനായ പരമശിവനു പോലും ഇത് ചെയ്യുവാൻ സാധ്യമല്ല. ഈ രാജാവിന് ഭ്രാന്താണ്. ഇങ്ങനെ ജനങ്ങളും പറഞ്ഞു തുടങ്ങി. ഈ വിവരങ്ങളെല്ലാം എവിടെ അറിഞ്ഞു? ദ്വാരകയിൽ അറിഞ്ഞു. അപ്പോൾ അർജുനനും ഭഗവാന്റെ അടുത്ത് ഉണ്ടായിരുന്നു. സുഭദ്രയുടെയും അർജുനൻ്റെയും വിവാഹം കഴിഞ്ഞ് ബന്ധു വീട്ടിൽ വന്ന് അർജുനൻ താമസിക്കുന്ന കാലമായിരുന്നു അത്. വിജയ, നമുക്കും ഒന്ന് പോയി പരീക്ഷിച്ചു നോക്കാം, പറ്റുമെങ്കിൽ പറ്റട്ടെ എന്ന് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു. അർജുനൻ സമ്മതിച്ചു. അതനുസരിച്ചിട്ട് അവർ രണ്ടുപേരും കൂടി കോസലത്തിലേക്ക് പുറപ്പെട്ടു. ദ്വാരകാപതിയുടെ ആഗമന വിവരം അറിഞ്ഞ് നഗ്നജിത്ത് ബഹുമാനപൂർവം അവരെ സ്വീകരിച്ചു. തോഴികളുടെ ഇടയിൽ നിന്നിരുന്ന സത്യ കൃഷ്ണന്റെ ഭംഗി കണ്ട്
ദേവി കാർത്യായനി, ഇദ്ദേഹം എന്നെ വേളി കഴിക്കുവാൻ കനിഞ്ഞ് അനുഗ്രഹിക്കണമേ എന്ന് മനസ്സു നീറി പ്രാർത്ഥിച്ചു. കാളകളെ ബന്ധിക്കുവാൻ യാദവകൃഷ്ണൻ വന്നിരിക്കുന്നു എന്നു കേട്ട് ആളുകൾ തിങ്ങിക്കൂടി. അക്കൂട്ടത്തിൽ അംഗഭംഗം വന്നതുമൂലം ചികിത്സയിൽ അവിടെ താമസിച്ചു കൊണ്ടിരുന്ന രാജാക്കന്മാരുമുണ്ടായിരുന്നു. കാളകളുമായി നേരിടാനുള്ള സമചതുര രംഗത്തിലേക്ക് കൃഷ്ണൻ ഒരു കളകോമള മന്ദസ്മിതം പൊഴിച്ചുകൊണ്ട് മന്ദം മന്ദം നടന്നു ചെന്നു. ആ സമയത്ത് കൂടുകൾ തുറന്ന് കാളകളെ പുറത്തേക്ക് വിട്ടു. ചാടി കയർത്തു മുക്കുറയിട്ടുകൊണ്ട് ആ കാളകൾ കാട്ടുപോത്തുകളെ പോലെ ഭൂമി കുലുങ്ങുമാറു കുതിച്ചു മുമ്പോട്ടടുത്തു. മായാമയൻ തൻ്റെ മായാശക്തിയാൽ 7 ഉഗ്രരൂപങ്ങൾ പൂണ്ട് അവരുടെ മുമ്പിലേക്ക് എടുത്തു ചാടി ആകാശം ഭേദിക്കുമാറ് ഒന്ന് അലറി. ആ ഗർജനം കേട്ട് കാളകൾ വിരണ്ടു കരഞ്ഞ് മദം കെട്ട് മലമൂത്രങ്ങൾ വിസർജിച്ച് സ്തംഭിച്ചു നിന്നുപോയി. ദാമോദരൻ വീണ്ടും 7 കൃഷ്ണരൂപം പൂണ്ട് 7 കാളകളെയും ഒരേ സമയത്തു തൻ്റെ കയ്യിലിരുന്ന 7 പൂമാല്യങ്ങളായ ദാമങ്ങൾ കൊണ്ട് ബന്ധിച്ചു എന്നാണ് പറയുന്നത്. ഭാഗവതം ഇങ്ങനെയാണ് വർണ്ണിക്കുന്നത്. ഭഗവാൻ 7 ഉഗ്രരൂപം പൂണ്ടതും വീണ്ടും 7 കൃഷ്ണരൂപം പ്രാപിച്ചതും മായയാൽ മറ്റുള്ളവർക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒരു കൃഷ്ണൻ ഒരേ സമയത്തു 7 കാളകളെ ഒപ്പം ബന്ധിച്ചതായിട്ടേ മറ്റുള്ളവർക്ക് കാണാൻ സാധിച്ചുള്ളൂ. 7 കാളകളെയും ഒരേ സമയത്ത് ഒപ്പം ബന്ധിച്ച് പന്തയത്തിൽ ദ്വാരകാനാഥൻ കൃഷ്ണൻ ജയിച്ചിരിക്കുന്നു എന്ന് വിളിച്ചറിയിച്ചുകൊണ്ട് രാജസേവകന്മാർ പെരുമ്പറ മുഴക്കി. ആ സമയം കോമളാംഗിയായ സത്യ വരണമാല്യവും കയ്യിൽ പിടിച്ചുകൊണ്ട് ഭഗവാന്റെ അടുക്കലേക്ക് മന്ദം മന്ദം നടന്നു വന്നു. അതിനുശേഷം ആ പൂമാല്യം, ആ വരണമാല്യം ഭഗവാന്റെ കഴുത്തിൽ അണിയിച്ചു. വെറും പൂമാലകൾ കൊണ്ട് 7 കാളകളെ ഭഗവാൻ ഒന്നിച്ച് ബന്ധിച്ചിരിക്കുന്നു. എന്തൊരത്ഭുതമാണ് ഇവിടെ നടന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ നാട്ടുകാരെല്ലാവരും കൃഷ്ണനെപ്പറ്റി, കൃഷ്ണൻ്റെ അത്ഭുത ലീലകളെപ്പറ്റി പറഞ്ഞ് കൃഷ്ണനെ വാനോളം പുകഴ്ത്തി. അങ്ങനെ സത്യയെ കൃഷ്ണൻ വിവാഹം കഴിച്ചു. മകളുടെ വിവാഹം അത്യാഡംബരപൂർവം കോസല രാജാവ് ആഘോഷപൂർവം നടത്തി. ധാരാളം സ്വർണവും രത്നവും ആനകളെയും കുതിരകളെയും രഥങ്ങളെയും എല്ലാം സമ്മാനമായി രാജാവ് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം സത്യയോടും അർജുനനോടും കൂടി കൃഷ്ണൻ രഥത്തിൽ കയറിയപ്പോൾ അസൂയമൂത്ത ചില രാജാക്കന്മാർ അവരോട് യുദ്ധത്തിനായിട്ട് വന്നു. അവരെ എല്ലാവരെയും അർജുനൻ പരാജയപ്പെടുത്തി. ഇതുവരെ കൃഷ്ണൻ 6 വിവാഹങ്ങൾ കഴിച്ചു. രുക്മിണി, സത്യഭാമ, ജാമ്പവതി, കാളിന്തി, മിത്രവിന്ദ, സത്യ. ഇനി 7ാമത് ഭഗവാൻ വിവാഹം കഴിച്ചു. അതാരെയാണ്? വസുദേവരുടെ സഹോദരിയായ ശ്രുതകീർത്തിയുടെ മകൾ ഭദ്രിയെയാണ് 7ാമതായി ഭഗവാൻ വിവാഹം കഴിച്ചത്. 8ാമതായി ഭഗവാൻ വിവാഹം കഴിച്ചു ആരെ? മാന്ത്രരാജാവിൻ്റെ പുത്രിയായ ലക്ഷണയെയാണ് കൃഷ്ണൻ വിവാഹം കഴിച്ചത്. അത് സ്വയംവരമായിരുന്നു. അവിടെയും ഒരു പന്തയമുണ്ടായിരുന്നു. അതായത് ജലത്തിൽ മത്സ്യാകൃതിയിൽ പ്രതിബിംബിച്ചു കൊണ്ടിരുന്ന ഒരു നിഴലുണ്ട്. ആ നിഴലിൽ നോക്കിക്കൊണ്ട് യഥാർത്ഥ മത്സ്യത്തെ എയ്തു വീഴ്ത്തണം. അതാണ് പന്തയം. ആ പന്തയത്തിൽ ഭഗവാൻ ജയിച്ചു. അങ്ങനെയാണ് ലക്ഷണയെ ഭഗവാൻ വിവാഹം കഴിക്കുന്നത്. ആ വിവാഹം, അതായത് ഈ 8ാമത്തെ വിവാഹം നടക്കുമ്പോൾ കൃഷ്ണന്
35 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഭഗവാൻ ലക്ഷണയെ വിവാഹം കഴിക്കുമ്പോൾ ഭഗവാന് 35 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അങ്ങനെ ഭഗവാൻ 8 വിവാഹം കഴിച്ചു. ഭഗവാൻ കംസന്റെ കാരാഗ്രഹത്തിൽ ജനിച്ചതും ഗോകുലത്തിൽ നന്ദഗോപന്റെ പുത്രനായി വളർന്നതും ബാല്യപ്രായത്തിൽ പ്രൗഢകളും മുഗ്ധകളുമായ ഗോപസ്ത്രീകളുമായി യമുനാ തടത്തിൽ രാസക്രീഡ ആടിയതും തൻ്റെ ഓടക്കുഴൽ നാദം കൊണ്ട് വൃന്ദാവനത്തെ പുളകം കൊള്ളിപ്പിച്ചതും ഗോവർദ്ധന പർവ്വതം ഒറ്റക്കൈയിൽ കുടയായി പിടിച്ച് ദേവേന്ദ്രൻ്റെ അഹങ്കാരം അവസാനിപ്പിച്ചതും സ്നേഹമില്ലാത്തവൻ എന്നതുപോലെ യശോദയെയും നന്ദഗോപനെയും ഗോപന്മാരെയും വെടിഞ്ഞവനും കംസനെ വധിച്ചവനും ശത്രുഭാവം നടിച്ച് ജരാസന്ധനെ പേടിച്ചു എന്നതുപോലെ ഓടിപ്പോയതും മധുരാപുരി വിട്ട് ഓടിപ്പോയതും ലോകവൈകുണ്ഠമായ ദ്വാരകാപുരി നിർമ്മിച്ചതും ഭക്തോത്തമനും ദരിദ്രനുമായ അക്രൂരന് സ്യമന്തകമണി ലഭിക്കാനുള്ള കാരണം ഉണ്ടാക്കിയതും ഇതിനിടയിൽ അനവധി ദുഷ്ടന്മാരെ വധിച്ചതും 8 സുന്ദരിമാരെ തൻ്റെ ഭാര്യമാരായി സ്വീകരിച്ചതും എല്ലാം തന്നെ സർവശക്തനായ ആ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അത്ഭുത ലീലകളല്ലെങ്കിൽ മറ്റെന്താണ്? ഈ അത്ഭുത ലീലകളാണ് ഇത്രയും കാലം നമ്മൾ ഓരോരോ അധ്യായങ്ങളായി പറഞ്ഞു തീർത്തത്. അങ്ങനെ ഭഗവാൻ 8 വിവാഹങ്ങൾ കഴിച്ചു. ഏതൊക്കെയാണ് ഭഗവാന്റെ 8 ഭാര്യമാർ? രുക്മിണി, സത്യഭാമ, ജാംബവതി, കാളിന്തി, മിത്രവിന്ദ, സത്യ, ശ്രുതകീർത്തി, ലക്ഷണ. ഈ 8 സുന്ദരികളായിരുന്നു ഭഗവാന്റെ ഭാര്യമാർ. നിങ്ങൾക്കെല്ലാവർക്കും ഭഗവാന്റെ വിവാഹങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, സ്നേഹിക്കുക, നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.